നമസ്കാരം. ഞാൻ ബിജു കലാവേദി. ഇത് വെളിയം ജീവ എൻ്റർടൈനേഴ്സിൻ്റെ ദശരഥം എന്ന നൃത്തനാടകത്തിൻ്റെ സെറ്റാണിത്. ജോയ്സി പഴങ്ങാലമാണ് ഇതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രസിദ്ധ നാടക സംവിധായകനായ വത്സൻ നിസരിയാണ്. ഞാനിതിൻ്റെ സഹസംവിധായകനും ദീപ സംവിധായകനുമാണ്. ദശരഥൻ്റെ കഥയും രാമായണത്തിനെയും ആസ്പദമാക്കിയാണ് ഈ നൃത്തനാടകം. വളരെ ബിഗ് ബഡ്ജറ്റിലാണ് ഈ നൃത്തനാടകം നമ്മൾ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷം ഇറങ്ങുന്ന നൃത്തനാടകങ്ങളിൽ ശ്രദ്ധേയമായ ഒരു നൃത്തനാടകം തന്നെയായിരിക്കും ജീവ എൻ്റർടൈനേഴ്സിൻ്റെ ദശരഥം എന്ന നൃത്തനാടകം. കഴിഞ്ഞ വർഷമാണ് നമ്മൾ തുടങ്ങിയത്. കഴിഞ്ഞ വർഷത്തെ നാടകം സൂപ്പർ ഹിറ്റ് നാടകമായിരുന്നു. പാണ്ഡവേയം പരീക്ഷിത് മഹാരാജാവിൻ്റെ കഥയാണ് ചെയ്തത്. അപ്പോൾ ഈ വർഷവും എനിക്ക് ഒരു നാടകം കൂടെ ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹം തോന്നി. അതുമാത്രമല്ല, വത്സൻ നിസരി സാറിനെ കൊണ്ടൊരു നാടകം സംവിധാനം ചെയ്യാൻ കൊള്ളാം എന്നൊരാഗ്രഹം എനിക്കുണ്ടായി. അതിനുവേണ്ടി സാറിനെ കാണുകയും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ കഥ എഴുതിയ ആൾ തന്നെയാണ്, ആ ജോയ്സൺ ഈ പഴങ്കാലം തന്നെയാണ് ഈ വർഷത്തെ പുതിയ കഥയും എഴുതിയേക്കുന്നത്. എന്ന ഇതിഹാസ കാവ്യത്തിൽ നിന്നും ജീവിതങ്ങളുടെ അയനങ്ങളുടെ കഥയാണ് ഇക്കുറി ദശരഥത്തിലൂടെ നമ്മൾ അവതരിപ്പിക്കുന്നത്. അയോധ്യ എന്ന നഗരത്തിൻ്റെ നിർമ്മാണവും ആ നിർമ്മാണത്തിൻ്റെ പുരാവൃത്ത പൊലിമയുള്ള ചരിത്രങ്ങളുമൊക്കെ ദശരഥം എന്ന ഈ നൃത്തനാടകത്തിലൂടെ നമ്മൾ രംഗത്ത് അവതരിപ്പിക്കുന്നതിനോടൊപ്പം അതിലൂടെ എക്കാലവും മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവൻ്റെ ജീവിത വിഷയങ്ങൾ, അത് കാട്ടിലായാലും നാട്ടിലായാലും കൊട്ടാരത്തിലായാലും മനുഷ്യൻ്റെ വേദനകൾ എന്നും ഒന്നു തന്നെയാണ് എന്നുള്ളതാണ് ഈ നൃത്തനാടകത്തിലൂടെ ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. പുള്ളി ഒരുപാട് ബുദ്ധിമുട്ടിയൊരു കഥ എഴുത്തായിപ്പോയത്. കാര്യം അദ്ദേഹത്തിന് ഒരു ഭയങ്കര ടെൻഷനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. കാര്യം രാമായണത്തിൻ്റെ കൊള്ളിക്കാവുന്ന എല്ലാ ഭാഗങ്ങളും നമ്മളിത് കൊള്ളിച്ച് ഈ 2:20-2:25 മിനിറ്റോളം ഉണ്ട്. അതിനകത്ത് പുള്ളി കുറുകി എന്നാൽ അതിൻ്റെ കഥയുടെ മൂല്യം ഒന്നും നഷ്ടപ്പെടാതെ പുള്ളി ചെയ്തത്. അത്ര ഭയങ്കരമാണ്. അത് അഭിനയിക്കുന്ന അഭിനേതാക്കൾക്ക് പോലും സമയം കിട്ടുന്നില്ല. അവരെല്ലാം വളരെ ബുദ്ധിമുട്ടിയാണ് ഈ കഥ ചെയ്തെടുക്കുന്നത്. എൻ്റെ പേര് കേരളപുരം ഗോപൻ. ഞാൻ ഈ ദശരഥം എന്ന് പറയുന്ന നൃത്തനാടകത്തിൽ ദശരഥൻ്റെ വേഷം ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ സുഹൃത്തുക്കളുമായിട്ട് പല വേഷങ്ങളാണ്. ഇത് വില്ലൻ വേഷം ചെയ്യുന്ന ആളാണ്. അത് തികച്ചും എനിക്കൊരു വളരെ ഞാൻ പണ്ട് ആഗ്രഹിച്ച പോലൊരു വേഷമാണ്. നാടകം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ രാജാപ്പാട്ട് കെട്ടണം എന്നൊരു വലിയ ആഗ്രഹമായി. അത് സാധിച്ചു. എൻ്റെ പേര് സരസ്വതി മോഹൻ, ചടയമംഗലം. ഈ ദശരഥം എന്ന നൃത്ത നാടകത്തിൽ ഞാൻ കൗസല്യയുടെ വേഷം ചെയ്യുന്നു. ഞാൻ രാജേഷ് കൈനകരി, ആലപ്പുഴ ജില്ലയിലാണ് എൻ്റെ വീട്. ഇപ്പോൾ വെളിയം ജീവയുടെ ഏറ്റവും പുതിയ നൃത്തനാടകമായ ദശരഥത്തിൽ 2-3 വേഷം, വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. ശംഭുരാസുരൻ, വിശ്വാമിത്ര മഹർഷി, അതിനുശേഷം രാവണൻ. ഇത്തവണത്തെ ദശരഥം എന്ന് പറയുന്നത് രാമായണത്തിൽ നിന്നുള്ള ഏടുകളിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു സംഭവമാണ്. ജോയ്സൺ പഴങ്ങാലത്തിൻ്റെ രചനയിൽ നാടക കുലപതിയായിട്ടുള്ള വത്സൻ നിസരിയാണ് ഈ നൃത്തനാടകം സംവിധാനം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു നൃത്തനാടകമല്ല, സത്യത്തിൽ ഒരു പുരാണ നാടകമാണ്. എൻ്റെ പേര് സൂര്യ. ഇതിൻ്റെ ദശരഥത്തിൽ ഞാൻ ചെയ്ത വേഷം കൈകേയിയായിട്ടാണ് വേഷം. എൻ്റെ പേര് അർച്ചന. ഞാൻ ദശരഥം എന്ന നൃത്തനാടകത്തിൽ സീതയുടെ വേഷം ചെയ്യുന്നു. എൻ്റെ പേര് സോന. ഞാൻ ദശരഥം നാടകത്തിൽ സുമിത്ര, താടക, മന്ദര, ഊർമിള, ഇന്ദ്രാണി, അങ്ങനെ കുറേ വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് അനിൽ ചങ്ങനാശ്ശേരി. വെളിയം ജീവിയുടെ ദശരഥം എന്ന നൃത്തനാടകത്തിൽ മീനായും ലക്ഷ്മണ വേഷം ചെയ്യുന്നു. ഒപ്പം 2-3 വേഷങ്ങളും ചെയ്യുന്നുണ്ട്. ഞാൻ വളരെ കൃതാർത്ഥനാണ് ഈ ജീവ എന്ന ഈ സമിതിയിൽ. കാരണം ജോയ്സൺ പഴങ്ങാലം എന്ന ഒരു വലിയ മനുഷ്യൻ്റെ രചനയിലൂടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തൂലികയിലൂടെ ഈ കഥാപാത്രം ചെയ്യാൻ എനിക്ക് വളരെ ഒരു ഭാഗ്യം ലഭിച്ചു. ഞാൻ ജീവ എൻ്റർടൈനേഴ്സിൻ്റെ ദശരഥം എന്ന നൃത്തനാടകത്തിൽ ലൈറ്റ് വർക്ക് ചെയ്യുകയാണ്. ഇതിൻ്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് വത്സൻ നിസരിയാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ജീവ സജീവനാണ്. ഇതിൻ്റെ ദീപ സംവിധാനം ചെയ്തിരിക്കുന്നത് ബിജു കലാവേദിയാണ്. നമ്മുടെ ഈ ലൈറ്റിന് വേണ്ടി ഞങ്ങൾ 30,000 വാട്ട്സ്
കണ്ടലാണ് ഇതിൻ്റെ ലൈറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് 30,000 വാട്ട്സോളം ദീപം പ്രകാശിപ്പിച്ചുകൊണ്ടാണ് ഈ നൃത്തനാടകം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പടുകൂട്ടൻ സെറ്റിലാണ്, അതിൻ്റെ കട്ടൗട്ട് സെറ്റൊക്കെ തന്നെ വളരെ വളരെ ബിഗ് ബഡ്ജറ്റിൽ തന്നെയാണ് ഈ നൃത്തനാടകം ഒരുക്കിയിരിക്കുന്നത്. ജീവയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കേരളത്തിലുടനീളം ഫ്ലോട്ടുകൾ അവതരിപ്പിക്കുന്ന ഒരു നല്ലൊരു ആർട്ടിസ്റ്റ് കൂടിയാണ് വെളിയം ജീവ. അദ്ദേഹത്തിൻ്റെ തന്നെയാണ് ഇതിൻ്റെ രംഗശില്പവും സ്റ്റേജ് പ്രോപ്പർട്ടിയൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ബിഗ് ബഡ്ജറ്റ് തന്നെയാണ് ഈ ദശരഥം എന്ന നാടകം ഞങ്ങൾ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകരായ പ്രേക്ഷകർക്ക് വേണ്ടി ഈ നാടകം ഞങ്ങൾ സമർപ്പിക്കുകയാണ്. നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലുള്ള എൻ്റെ നൃത്തനാടകങ്ങൾ സ്വീകരിച്ച എല്ലാ പ്രേക്ഷകരും ഈ നൃത്തനാടകത്തെയും സ്വീകരിക്കുമെന്ന് എനിക്ക് ഉത്തമ വിശ്വാസവും ബോധ്യവുമുണ്ട്. വർഷക്കാലം കൊണ്ട് ആഗ്രഹങ്ങൾ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരുപാട് നാളത്തെ പണ്ട് ഞാൻ ബാലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് 2 വർഷം. അത് കഴിഞ്ഞ് നാടകത്തിൽ 2 വർഷം പോയിട്ടുണ്ട്. അത് അപ്പോഴത്തേക്ക് ഈ ഫ്ലോട്ട് രംഗത്തിൽ സജീവമായപ്പോൾ നമുക്ക് അതിലോട്ടങ്ങ് തിരിയാമെന്ന് വിചാരിച്ചു. അങ്ങനെ പൂർണ്ണമായിട്ട് ഇത് വിട്ടിട്ട് അങ്ങോട്ട് നീങ്ങിയതാണ്. പക്ഷേ ഈ ആഗ്രഹങ്ങൾ പണ്ടേ ഉള്ളതല്ലേ, നമ്മൾ എങ്ങനെ ആയാലും നമ്മൾ ആഗ്രഹങ്ങൾ മനസ്സിൽ കിടക്കില്ലേ. ആ ആഗ്രഹങ്ങളാണ് നമ്മളിപ്പം ഇപ്പോഴും സഫലമായി എന്ന് കൂട്ടി. അത് 2 വർഷം കൊണ്ട് നല്ല രീതിയിൽ ചെയ്തു വരാൻ പറ്റിയത് ഈ 2 രാവ് നമ്മൾ ഈ കഴിഞ്ഞ വർഷം തുടങ്ങിയെങ്കിലും നല്ല രീതിയിലാണ് നമ്മൾ കയറി വന്നത്. ഈ 2 വർഷവും നല്ല കഥയാണ്, നല്ല സംവിധായകരുമായിരുന്നു. ഈ നൃത്തനാടകത്തിന്റെ രംഗപടവും ഇതിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം നിങ്ങളല്ലേ സ്വന്തമായിട്ടല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്? അല്ല സാറേ, അത് രംഗപടം അമരപുരം ഭാസ്കർ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ഒരു ജൂനിയർ വെച്ചാൽ എന്നെ സീനിയർ ആകാം ജൂനിയറും ആകാം, അങ്ങനെ ഒരു വ്യക്തിയാണ്. പ്രായത്തിൽ സീനിയറും. ഞാൻ ഫൈൻ ആർട്സ് പഠിച്ചതാണ്. ഇത് ജൂനിയറായിട്ട് വന്ന ഹരികുമാർ, പുള്ളിയും പിന്നെ ഞാനും ഉണ്ട്. ഞങ്ങൾ 3 പേര് ചേർന്നാണ് ചെയ്തേക്കുന്നത്.